കണ്ണൂർ ചെങ്ങളായിയിൽ സ്വർണം കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് വീണ്ടും നാണയങ്ങളും മുത്തുകളും കണ്ടെത്തി. നിധി എന്ന് കരുതുന്ന വസ്തുക്കൾ ലഭിച്ച അതേ സ്ഥലത്ത് നിന്നാണ് ഇവ കണ്ടെടുത്തത്. ഇന്നലെ സ്വർണ്ണ ലോക്കറ്റുകളും പതക്കങ്ങളും മോതിരങ്ങളും ഉൾപ്പെടെയാണ് നിധി കുംഭത്തിൽ നിന്നും കണ്ടെത്തിയത്. മഴക്കുഴി എടുക്കുന്നതിനിടെയാണ് ഓട്ടുപാത്രം കിട്ടിയതെന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ 24-നോട് പറഞ്ഞു. സംഭവത്തിൽ വിശദ പരിശോധന നടത്താനൊരുങ്ങുകയാണ് പുരാവസ്തു വകുപ്പ്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സജോ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ഞാൻ ഈ നിധി എന്ന് കരുതുന്ന വസ്തുക്കൾ കണ്ടെടുത്ത സ്ഥലത്താണ്. ചെങ്ങളായി പരിപ്പായിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലിയെടുക്കുന്ന ഈ റബ്ബർ തോട്ടത്തിലാണ്. ഇവിടെ ഈ കാണുന്ന റബ്ബർ കുഴിയിൽ നിന്നാണ് കിട്ടിയത്. അല്പസമയം മുൻപ് വീണ്ടും ഒരു 5 നാണയങ്ങളും അത് കൂടി കാണിക്കാം. മെമ്പറെ ഒന്ന് കാണിച്ചു. മെമ്പറെ, ഇതാണ് 5 നാണയങ്ങളും 2 സ്വർണ്ണമുത്തുകളുമാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചത്. അതിൻ്റെ ബാക്കി തന്നെ ആയിരിക്കും. അതിൽ കുറച്ച് അറബിക് ലെറ്റേഴ്സും കുറച്ച് ലെറ്റേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷ് ലെറ്ററൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ഇപ്പോൾ ലഭിച്ച ഈ വെള്ളി നാണയങ്ങളും ഒപ്പം സ്വർണ്ണത്തിൻ്റെ മുത്തുകൾ എന്ന് കരുതുന്ന വസ്തുക്കൾ. അവ വീണ്ടും ലഭിച്ചതാണ്. ഇവിടെ നിന്ന് നമ്മളോടൊപ്പം ശ്രീകണ്ഠാപുരം SI ഷീജു കൂടി. ഇനി എന്താണ് സാർ ഇനി മറ്റു നടപടിക്രമങ്ങൾ? ഇതിന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ സാധനങ്ങൾ നമ്മൾ ഓൾറെഡി SDM കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെയും വിവരം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വന്ന് മറ്റ് പരിശോധനകൾ കാര്യങ്ങൾ അവർ ചെയ്യും. അതോടൊപ്പം ഇന്നിപ്പോൾ ഇത് കിട്ടിയെന്ന് പറയുന്നു. അപ്പോൾ അത് ബന്ധവസ്ഥയിലെടുത്ത് അതും കോടതിയിൽ ഹാജരാക്കും. കോടതിയുടെ നിയന്ത്രണത്തിലായിരിക്കും അല്ലെങ്കിൽ കസ്റ്റഡിയിലായിരിക്കും ഇപ്പോൾ നമ്മൾ കിട്ടിയത്? അങ്ങനെയാണോ ചെയ്തിരിക്കുന്നത്? അതെ, ഇതുപോലുള്ള സാധനങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ കസ്റ്റഡി റവന്യൂ വകുപ്പാണ്, അവരാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും. ഇനിയിപ്പോൾ അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ പഴക്കം അല്ലെങ്കിൽ അതൊക്കെ പുരാവസ്തു വകുപ്പാണ് അവരുടെ പ്രൊസീജിയർ അനുസരിച്ച് ചെയ്യേണ്ടത്? അതെ, തീർച്ചയായും അത് പുരാവസ്തു വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. അവർ വന്ന് പരിശോധിച്ച് അതിൻ്റെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ കിട്ടിയ ഈ വസ്തുക്കൾ കൂടി നമ്മൾ കസ്റ്റഡിയിലെടുക്കും? അതെ, ഇപ്പോൾ കിട്ടിയത് ഇത് മാസ്റ്റർ പ്രകാരം ഇത് ബന്ധവസ്ഥയിലെടുത്ത് സാധാരണ അതും സമാനമായ രീതിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. അതെ. ഇപ്പോൾ ഏതെങ്കിലും പരിശോധന ആരംഭിച്ചോ? ഇവരുടെ പരിശോധനയിലേക്ക് കിടക്കാനുള്ള പുരാവസ്തു വകുപ്പിന്റെ ഒരു പരിശോധന വേണ്ടി അവരെ അറിയിച്ചിട്ടുണ്ട്. അവർ എത്തിക്കഴിഞ്ഞാൽ അവരതിന്റെ പരിശോധന മറ്റു നടപടി ചെയ്യും. സ്റ്റെപ്പ് എന്ന് പറയുന്ന പുരാവസ്തു വകുപ്പിന്റെ പരിശോധന. അതെ അതെ അതെ. അതിനുശേഷം മൂല്യനിർണ്ണയിക്കും. പിന്നീട് ജില്ലാ ഭരണകൂടമാണെന്ന് തോന്നുന്നു തീരുമാനം. അതെ അതെ അതെ. അദ്ദേഹമാണ് നമ്മളോടൊപ്പം ചേർന്നത്. വീണ്ടും പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇത് എടുക്കാൻ വേണ്ടിയാണോ ഇപ്പോൾ ഇതറിഞ്ഞാണ് എത്തിയതാണോ? വിവരം അറിഞ്ഞെത്തിയാണ്. ഇത് അതുപോലെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ വീണ്ടും ഈ ഇതുപോലെ വെള്ളി നാണയങ്ങളും സ്വർണ്ണമുത്തുകളും ഒക്കെ കിട്ടി ആ വിവരം അറിഞ്ഞാണ് ശ്രീകണ്ഠാപുരം പോലീസ് ഇങ്ങോട്ട് എത്തിയത്. അവരത് ഈ ഘട്ടത്തിൽ ഇനി അത് കസ്റ്റഡിയിലെടുക്കും, അവർ ബന്ധവസ്ഥയിലെടുക്കും, മറ്റു നടപടികളിലേക്ക് പോകും. പുരാവസ്തു വകുപ്പിന്റെ പരിശോധനകളിലേക്കും പോകണം. തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇവിടെ ഈ കുഴി കുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ്, അതായത് ഇവിടെ മഴക്കുഴിയാണ്, ഈ മഴക്കുഴി റബ്ബർ തോട്ടത്തിൽ മഴക്കുഴി കുത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഈ വസ്തു കിട്ടുന്നത്. ആദ്യഘട്ടത്തിൽ അവർക്ക് ചില സംശയവും പേടിയൊക്കെ ഉണ്ടായിരുന്നു, വല്ല ബോംബാണോ മറ്റെന്തെങ്കിലും ആണോ എന്നൊക്കെ ഭയം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അവർ ധൈര്യം സംഭരിച്ച് തുറന്നു നോക്കിയെന്നാണ് ആ തൊഴിലാളികളൊക്കെ പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ ഇതാ നേരത്തെ കിട്ടിയ ആയിഷത്തെ അല്ലേ? ആയിഷത്തേക്ക് ആദ്യം ഇത് കണ്ടത് ആദ്യം എന്താണെന്ന് അറിയാതെ എടുത്ത് കളഞ്ഞിട്ടില്ലേ? ഞാനത് തുറന്നു നോക്കിയിട്ടൊന്നുമില്ല. പിന്നെ ഈ കുട കാണാണ്ടായിട്ട് വന്ന് നോക്കിയ പെണ്ണുങ്ങൾ അന്ന് തുറന്നത്, അന്നേരം ഈ സ്വർണ്ണം കിട്ടുന്നു. പിന്നീട് എല്ലാവരും കൂടെ ചേർന്നൊക്കെ കളക്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയപ്പോൾ ഇത് സ്വർണ്ണമാണെന്നൊരു സംശയത്തിന്റെ പുറത്ത് ഞങ്ങൾ പഞ്ചായത്തിൽ അറിയിച്ചു. അന്നേരം അവര് വന്നു നോക്കിയപ്പോൾ ആർക്കാ നവീസത്തൊക്കെ കിട്ടി അല്ലേ? ഇപ്പൊ ഇത്തവണ ഈ കാണുന്ന വസ്തുവകകൾ കിട്ടിയത് യഥാർത്ഥത്തിൽ എനിക്ക് അവിടെ തപ്പി ഞാൻ നോക്കുമ്പോൾ ഒരു മുത്തുമണിയും കിട്ടി, 2 വെള്ളി നാണയം കിട്ടി. അത് ഞാൻ ഇവർക്ക് ഏൽപ്പിക്കാൻ വേണ്ടിട്ട് എന്റെ കയ്യിൽ വെച്ചിരുന്നു. ഇത് മെമ്പറിന് മറ്റുള്ളവർ വലുതായിട്ട് കിട്ടിയതാണ്. ഇതിപ്പം പോലീസിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, അവർക്ക് കൈമാറുന്ന. ഞങ്ങളായും പരിപ്പായും അങ്ങ് ഫേമസ് ആയി. മെമ്പർ സ്വന്തം സ്ഥാനം കൊടുക്കേണ്ടത്. അതാണ് അവർക്കും അതിന്റെ ഒരു സന്തോഷവും എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ അതിന്റെ മറ്റ് നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇനിയിപ്പോൾ ഇത് സ്വർണം തന്നെയാണോ എന്ന് മാറ്റി നോക്കണം. ഒപ്പം വെള്ളി നാണയങ്ങൾ അവ പരിശോധിക്കണം. ഒപ്പം ഇതിന്റെ പഴക്കം നിർണ്ണയിക്കുന്നത് പുരാവസ്തു വകുപ്പാണ്. അതിന്റെ കസ്റ്റോഡിയൻ റവന്യൂ വകുപ്പാണ്. യഥാർത്ഥത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ കീഴിലായിരിക്കും വരിക. കോടതി അനുമതിയോടുകൂടിയായിരിക്കും ഈ നടപടികളിലേക്ക് എല്ലാം പോകേണ്ടത്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ മേറ്റല്ലേ സുലോൻ ചേച്ചി? സുലോൻ ചേച്ചിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ആ ഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. സുലോൻ ചേച്ചി ആണ് പിന്നീട് വന്ന് അതൊക്കെ നോക്കാനൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഞാനത് നോക്കി, അവർക്ക് കിട്ടി. വീട്ടിൽ വന്നു, സാറുമാർ വന്നു, സാറുമാർ സുലോൻ ചേച്ചിയായിരുന്നു ചെറിയൊരു പേടി ഉണ്ടായിരുന്നോ? ചെറിയ പേടി ഉണ്ടായിരുന്നു. കൂടോത്രത്തിന്റെ വിശ്വാസം ഉണ്ടോ? ഇല്ല, വിശ്വാസമില്ല. എന്നാലും ഇവർ പറഞ്ഞു പേടിപ്പിക്കുമ്പോ ഒരു പേടിയല്ലേ? ബോംബ് വല്ലതും ആയിരിക്കും സംശയിച്ചു? ബോംബൊക്കെ പറമ്പിൽ കിട്ടുന്നല്ലേ? അങ്ങനത്തെ ഒരു പേടി ഉണ്ടായിരുന്നു.
അതുകൊണ്ടാണ് ആദ്യം ഞങ്ങൾ അതൊക്കെ എടുത്ത് സംരക്ഷിച്ചതിന് ശേഷം പഞ്ചായത്തിൽ അറിയിച്ചു അല്ലേ? പഞ്ചായത്തിൽ അറിയിച്ചു. കഴിച്ചതിന് ശേഷം അന്നേരത്തിന് 5 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇത് ഇവിടെ വെച്ചിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങോട്ട് അതുകൊണ്ട് ഇവരെ കൈമ പിന്നീട് പോലീസ് വന്നു. 6 മണിയാകുമ്പോൾ NRGൻ്റെ അവർ വിളിച്ചു തന്നെ. അവനെ ഇങ്ങനെ വരുന്നുണ്ടെന്ന്. ഇത് സാറാണെന്ന്. ഈ സാറും അത് വന്നിട്ട് അവർക്ക് കൈമാറി. രാവിലെ വന്നപ്പോൾ എനിക്ക് ഒന്ന് നേരത്തെ എടുത്തതിന്റെ ചിലപ്പോൾ ബാക്കി ഇവിടെ കിടന്നതായിരിക്കും അല്ലേ? വീണ്ടും കിട്ടിയത് അതായിരിക്കും. അതെടുത്ത് ചാടുമ്പോ ഉമ്മയെടുത്ത് ചാടേനി. ചാടുമ്പോ അത് തീർച്ചതായിരിക്കും എന്ന് സംശയിക്കുന്നു. അങ്ങനെ ആയിരിക്കാനാണ്. അത് വേറെ ആയിരിക്കാൻ സാധ്യതയില്ല. കാരണം അതൊരു ഓട്ടുപാത്രമായിരുന്നു അല്ലേ? ആ വോട്ട് പാത്രം. അതെ, സാറോട് ചോദിക്കും. സാർക്കറിയാം. അതൊരു ഓട്ടുപാത്രമായിരുന്നു. അതിനകത്താണ് ഇത് വെച്ചിരുന്നത്. പക്ഷേ ഏതെങ്കിലും നിലയ്ക്ക് പഴയ കാലത്ത് ഉപേക്ഷിക്കപ്പെട്ടതോ ഒളിപ്പിച്ചിരുന്നതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഏതായാലും വിശദമായ പരിശോധനകളിലേക്ക് കടക്കുന്നു പോലീസ്. അത് പൂർണ്ണമായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ച വസ്തുക്കൾ കൂടി അവർ കസ്റ്റഡിയിലെടുക്കും. അതിനുശേഷം കോടതി അനുമതിയോടുകൂടിയും പരിശോധനയിലേക്ക് അത് റവന്യൂ വകുപ്പിന്റെ തന്നെ കസ്റ്റഡിയിൽ സൂക്ഷിക്കും വിധമായിരിക്കും. അതിനുശേഷമായിരിക്കും പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. വേണം സജു, ഈ റവന്യൂ ഉദ്യോഗസ്ഥർ എവിടെ എത്തിയോ? എന്താണ് അവർ പറയുന്നത്? സജോ, കേൾക്കാമോ? റവന്യൂ ഉദ്യോഗസ്ഥർ എവിടെ എത്തിയോ? അവർ എന്താണ് പറയുന്നത്? ഇന്നലെ നമ്മളിത് വന്ന് ശ്രദ്ധിച്ചില്ല. ഇന്ന് നിങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ കണക്ക് വന്നിട്ട് ഒന്നും കൂടെ പരിശോധിച്ച ശേഷം നമുക്ക് മണ്ണെന്ന് മാന്തുമ്പം തെളിഞ്ഞു തിരിഞ്ഞു. തെച്ചത് മണ്ണായിരുന്നു. പക്ഷെ നമ്മൾ തേച്ച് കഴുകിയിട്ട് ഇത് നിറം വെക്കുമ്പോൾ വെള്ളിയാണോ എന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പാട് നമ്മളവരെ അറിയിച്ചു, പഞ്ചായത്ത് പോലീസിനെ അറിയിച്ചു. അവർ കൈയോടെ കൊണ്ടുപോയി. എണ്ണം കൂട്ടേണ്ടിരുന്നാ തോന്നുന്നു. കുറച്ചും കൂടി നിധി കിട്ടുവാണെങ്കിൽ അതെ, കുഴിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്ത കുഴിയും കൂടി കുഴിച്ച് നോക്കാം. ഏതായാലും കുറച്ച് ദിവസത്തെ പണിയുണ്ട് ഇവർക്ക്. അതുകൊണ്ട് ഇനി കുഴിയിൽ നിന്ന് കിട്ടുമെന്ന് പറയാൻ പറ്റൂല. സജോ ദേവസ്യ തുടരുന്നുണ്ട്. സജോ, ഈ റവന്യൂ ഉദ്യോഗസ്ഥർ എവിടെ എത്തിയോ? എന്താണ് അവർ പറയുന്നത്? റവന്യൂ ഉദ്യോഗസ്ഥരില്ല. പോലീസ് തന്നെ ഇവിടെ നിന്ന് ഇത് കസ്റ്റഡിയിലെടുത്ത് നീക്കുകയായിരിക്കും. അതിനുശേഷം അത് റവന്യൂ വകുപ്പിന്റെ നിയന്ത്രണത്തിലേക്ക് പിന്നീട് മാറ്റുകയായിരിക്കും ചെയ്യുക. അതിന് പുരാവസ്തു നിയമപ്രകാരമുള്ള ആക്ട് പ്രകാരമുള്ള നടപടികളാണ്. നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ്. അവർ വീണ്ടും ഇവിടെ എത്തിയത്. വീണ്ടും തൊഴിലാളികൾക്ക് ഇവ ലഭിച്ചതോടുകൂടി, അതായത് ഈ 5 നാണയങ്ങളാണ്, 5 വെള്ളി നാണയങ്ങളാണ്, ഒപ്പം 2 സ്വർണ്ണ മുത്തുകളാണ്. നേരത്തെ കിട്ടിയതിൻ്റെ ബാക്കി തന്നെ ആയിരിക്കാം. ഇത്തരം കാര്യങ്ങളിൽ പാലിക്കേണ്ട ആക്ട് പ്രകാരം, അതായത് പുരാവസ്തു ആക്ട് പ്രകാരമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും പോവുക. അവർ മാത്രമാണ്. അവർ ഇത് കസ്റ്റഡിയിൽ എടുക്കുന്നു. അതിനുശേഷം സുരക്ഷിതമായി വെക്കുന്നു. പിന്നീട് കോടതി നടപടിക്രമങ്ങളുണ്ട്. അതിനുശേഷം റവന്യൂ വകുപ്പ് അതിൻ്റെ മറ്റു പരിശോധനകളിലേക്ക് പോകും. ആ പ്രോസസ്സായിരിക്കും നടക്കുക. അവരുടെ സാന്നിധ്യം യഥാർത്ഥത്തില്ല. ലൊക്കേഷനിൽ നിന്ന് അതിൻ്റെ നിയന്ത്രണം, അതായത് പോലീസ് തന്നെ അവ കസ്റ്റഡിയിലെടുത്ത് ബന്ദോബസ്തിലെടുത്ത് നീക്കുന്ന കാര്യങ്ങളായിരിക്കും യഥാർത്ഥത്തിൽ ചെയ്യുക. ശരി, സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.